ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കപ്പ് ഫയൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ 1-ാം തീയതി, അതായത് ഇന്ന് പൗർണമിയാണ്. ഓക്കെ, അതും ലിയോ സോഡിയാക് സൈനിലാണ് ഈ പൗർണമി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു പൗർണമിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, ചാലഞ്ചസ് എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ ഈ റീഡിങ്ങിൽ ഇന്ന് നോക്കുന്നത്. അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് 3 ഗ്രൂപ്പുകൾ അവൈലബിൾ ആണ് തിരഞ്ഞെടുക്കുന്നതിന്. ഇൻറ്റ്യൂറ്റീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക. ഒന്നുകിൽ തംബ്നെയിലുള്ള 3 ചിത്രങ്ങൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ 3 ഡെക്കുകൾ ഉപയോഗിക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് വെച്ചുകൊണ്ട് ഇൻറ്റ്യൂറ്റീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങൾ മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുന്നു. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂറ്റീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. അപ്പൊ നിങ്ങളെ തംബ്നെയിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം തന്നെ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ഈ ഫുൾ മൂൺ ഇൻ ലിയോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നോക്കാം. എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ഫുൾ മൂൺ ഇൻ ലിയോ ഗ്രൂപ്പ് 1ന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്? ഓക്കെ, ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ആണ് നമുക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത്. ക്ലാരിഫൈ ദ ക്യൂൻ ഓഫ് പെന്റക്കിൾസ്. 6 ഓഫ് wands. Clarified 6 of wands. Okay, 5 of pentacles. കരിയറിനെ ബേസ് ചെയ്തിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എസ്പെഷ്യലി കരിയറിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ബാലൻസ്ഡ് അല്ലാത്ത ചാലഞ്ചസ് ഫേസ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എങ്കിൽ അവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള കുറച്ച് എന്താ പറയുക, ഒരു ഡാർക്കസ്റ്റ് ഫേസിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിജയം, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്, ഓക്കെ, അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഒരു പുതിയ തുടക്കം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ എത്തുന്നതിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഓക്കെ, സ്റ്റെബിലിറ്റി വരുന്നു, കരിയറിൽ കൂടുതൽ നിങ്ങൾ സ്റ്റേബിൾ ആകുന്നു, സെക്യൂർ ആകുന്നു. നിങ്ങൾക്ക് ആ ഒരു ഇംബാലൻസ് എനർജി ഉണ്ടായിരുന്നുവെങ്കിൽ അത് പോകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അവിടെ നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു വിജയമാണ്. കരിയറിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ വിജയമാണ്. ഓക്കെ, നിങ്ങൾ കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. Clarify the justice. Clarify the 3 of cups. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു മേഖലയിൽ, ഏതൊരു മേഖലയിൽ, ജീവിതത്തിൽ ഇപ്പോൾ മൊത്തത്തിലായിരിക്കാം, ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അന്യായങ്ങൾക്ക് മീതെ നീതി നടപ്പാക്കുന്ന ഒരു എനർജി നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട്, അതായത് നെഗറ്റീവ് തോട്ട്സ് ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കാതെ ആ പ്രതീക്ഷയോടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റത്തിനായിട്ട് നിങ്ങൾ എടുത്തിട്ടുള്ള ആക്ഷൻസ്, അതിന്റെ റിസൾട്ടാണ് ഈ വരുന്ന നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ നീതി എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഡെഫിനറ്റ്ലി അത് ആഘോഷിക്കുന്നതായിട്ട് കാണുന്നു. കാരണം നിങ്ങൾക്ക് അത് അത്രമേൽ സന്തോഷം നൽകുന്നതാണ് ഈ ഒരു നീതി നടപ്പാക്കുന്നത്. യൂണിവേഴ്സ് നടപ്പാക്കുന്ന ആ ഒരു നീതി എന്ന് പറയുന്നത് നിങ്ങൾ അത്രയും അർഹിക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതിനായിട്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് നെഗറ്റീവ് തോട്ട്സ് ഉണ്ടായിരുന്നിട്ട് പോലും നിങ്ങൾ അതിലേക്ക് വീണു പോകാതെ യൂണിവേഴ്സിനെ വിശ്വസിച്ച് നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, എത്രയൊക്കെ കടമ്പകൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം, നിങ്ങളുടെ ആ ഒരു സ്വപ്നം, ആ നീതി നേടിയെടുക്കുക എന്നുള്ള നിങ്ങളുടെ സ്വപ്നത്തിന് നിങ്ങൾക്ക് കൈവിടാതെ നിങ്ങൾ ആ കടമ്പകളൊക്കെ കടന്നതിന്റെ ഫലമാണ് ഈ വരുന്ന ഈ നീതി നടപ്പാക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന അടുത്ത അനുഗ്രഹം. ഈ ഫുൾ മൂൺ ഇൻ ലിയോ ഗ്രൂപ്പ് 1ന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അനുഗ്രഹങ്ങൾ. Clarify the Knight of Pentacles. 8 of Swords. Clarify the 8 of Swords. Okay, 8 of Pentacles. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ
പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് മേഖലയിൽ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. അതിലേക്ക് എത്തുന്നതിനായിട്ട് നിങ്ങൾ കഠിന പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട്, വർഷങ്ങളായിട്ട് എന്ന് ഞാൻ കേൾക്കുന്നു, നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം. ഇതുവരെയും നിങ്ങൾ ആഗ്രഹിച്ച ഒരു മാറ്റം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപാട് കാലതാമസം ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സ്റ്റക്ക് എനർജിയാണ് അവിടെ. ഓക്കെ. നിങ്ങൾക്ക് എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇനി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ഇങ്ങനെ എന്താ പറയുക, നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നതായിട്ടാണ് കാണാനായിട്ട് സാധിക്കണേ. ആ ഒരു സിറ്റുവേഷനിൽ ഓക്കെ, നിങ്ങൾ അത്രയും പരിശ്രമിച്ചതിന്റെ ആ ഒരു ഫലം, നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എന്താ പറയണ്ട മാറ്റം ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പൊ നിങ്ങളുടെ അതായത് കുറെ നാളായിട്ട് നടക്കാത്തത് കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഇത് ഇനിയും നടക്കാൻ സമയമെടുക്കും, ഇനിയും കുറെ കാത്തിരിക്കേണ്ടി വരും എന്നൊരു ചിന്ത ഉണ്ട്. ഓക്കെ. ആ ചിന്ത നിങ്ങളെ കംപ്ലീറ്റ്ലി ഇങ്ങനെ എന്താ പറയുക, ബൈൻഡ് ചെയ്ത് വെക്കാന്ന് പറയില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് പെട്ടെന്ന് നടക്കുന്നത് പ്രതീക്ഷിക്കുന്നേ ഇല്ല. ആ മൊമെന്റിലാണ് ഈ ഒരു കാര്യം നിങ്ങളെടുത്ത അധ്വാനത്തിന്റെ ഫലം നിങ്ങളിലേക്ക് എത്തുന്നത്, ആ ലക്ഷ്യം നിങ്ങൾ നേടുന്നത്. ഓക്കെ. നിങ്ങൾക്ക് അത്രയും നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ഒരു കാര്യമാണെന്നാണ് കാണുന്നത്. അത് പക്ഷെ നിങ്ങൾ നേടുന്നത് അങ്ങനെയാണ്. ഓക്കെ. അത് നിങ്ങൾക്ക് സർപ്രൈസ്ഡ് ആവും. കാരണം അത് സർപ്രൈസ് ആവാൻ കാരണം എന്താ വെച്ചാല്, ഇത്രയും നാളും കാലതാമസം, ഇത്രയും നാളായിട്ട് വെയിറ്റ് ചെയ്യണു, ഇതുവരെ ആയിട്ടില്ല, അതൊന്നും നടക്കാൻ പോണില്ല എന്നൊക്കെയുള്ള ചിന്ത ചിലപ്പോൾ ഉള്ളിൽ ഇങ്ങനെ വരുന്നുണ്ടാവും. ഓക്കെ. അതായത് അതിന് ഇനിയും വെയിറ്റ് ചെയ്യണം, അത് ഇനിയും കുറെ കാത്തിരിക്കണം. ആ ഒരു ചിന്ത നിങ്ങൾ ചിലപ്പോൾ കോൺഷ്യസ്ലി സബ് കോൺഷ്യസ്ലി നിങ്ങൾ അത് വിശ്വസിച്ച് തുടങ്ങുകയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഇത് സംഭവിക്കുന്നതിന്റെ സൂചനകൾ യൂണിവേഴ്സ് മുന്നേ തരുന്നതാണ്. പക്ഷെ നിങ്ങൾ അതിൽ വിശ്വസിക്കുകയോ ഇല്ല, അതിനങ്ങനെ നോട്ട് ചെയ്യുന്നതായിട്ടും കാണുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊരു സർപ്രൈസ് ആകുന്നത്. ഓക്കെ. പക്ഷെ ആ വരുന്ന റിസൾട്ട്, നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ നേടിയെടുക്കുന്നത്, അതിന് നിങ്ങൾക്ക് പൂർണ്ണമായ അർഹതയുണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ അതിന് അത്രമേൽ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. 2 കൈ നീട്ടി അതിനെ സ്വീകരിക്കുക. ഇനി ഫുൾ മൂൺ ഇൻ ലിയോ ഗ്രൂപ്പ് 1 ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഓക്കെ. കിങ് ഓഫ് സോർട്സ്, ക്ലാരിഫൈഡ് കിങ് ഓഫ് സോർട്സ്. Nine of Wands, Wheel of Fortune, Overthinking. ഓക്കെ. അതായത് നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടൊരു ഷിഫ്റ്റ് ഉണ്ടാകുമ്പോഴും ഓക്കെ, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഇനിയും പ്രശ്നങ്ങൾ എന്തോ വരാനുണ്ട്, ഇനി എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഞാൻ തരണം ചെയ്യാണ്ട്, ആ ചാലഞ്ചിങ് പീരീഡ് അവസാനിച്ചിട്ടില്ല, ഇങ്ങനത്തെ തോന്നൽ ശക്തമാകാൻ ഒരു സാധ്യതയുണ്ട്. നിങ്ങൾ വളരെ ഇങ്ങനെ അലേർട്ട് ആയിരിക്കുന്ന ഒരു എനർജി. ഓക്കെ. ആ ഒരു മാറ്റങ്ങളെ നിങ്ങൾ ആസ്വദിക്കാതെ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് വളരെ അലേർട്ടായിട്ട് ഇനിയും പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഞാൻ അതിന് തയ്യാറായിരിക്കണം എന്നുള്ള ആ ഒരു എനർജിയിലായിരിക്കും നിങ്ങൾ എന്ന് കാണുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ, യൂണിവേഴ്സ് നൽകുന്ന സർപ്രൈസസ് ഒന്നും നിങ്ങൾക്ക് വേണ്ട വിധം അത് ആസ്വദിക്കാൻ പറ്റില്ല. എന്നൊക്കെ നിങ്ങൾ മൊത്തം നിങ്ങളുടെ എന്താ പറയാ ആ ഒരു തിങ്കിങ് സ്പേസിലാണ്. ഓക്കെ. ചിന്തകളിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്. അതായത് നിങ്ങളിങ്ങനെ അപ്പൊ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നല്ല രീതിക്ക് നടക്കുമ്പോഴും നിങ്ങൾക്ക് വേണ്ട പോലെ റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ടില്ല എന്നൊരു തോന്നൽ ഇങ്ങനെ ശക്തമായി നിൽക്കും. ഓക്കെ. അതാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ച്. ആ ഒരു ചിന്തകളെ, അങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സിനെ നിങ്ങൾക്ക് റിലീസ് ചെയ്യാനാണ് നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുക. അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. നിങ്ങൾ യാഥാർത്ഥ്യത്തിൽ നിങ്ങൾ 3D റിയാലിറ്റിയിൽ സംഭവിക്കുന്നതിനെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. 3D റിയാലിറ്റിയിൽ ആ മാറ്റങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഓക്കെ, ഞാൻ എത്ര നാളും പരിശ്രമിച്ചതിന്റെ ഫലമാണ് എന്നിലേക്ക് വരുന്നത്. അപ്പൊ ഞാൻ ആഗ്രഹിച്ച ആ മാറ്റമാണ് ഇപ്പൊ സംഭവിക്കുന്നത്. ആ ഒരു എന്താ സ്വയം അത് നിങ്ങൾ അഫേം ചെയ്ത് നിങ്ങളുടെ പ്രസന്റ് മൊമെന്റിൽ ഉള്ള അതിന് കാണുന്ന തെളിവുകൾ സ്വയം നിങ്ങൾ അതിങ്ങനെ നിരത്തുക നിങ്ങളുടെ മുന്നിൽ തന്നെ. കണ്ടില്ലേ, ഇന്ന മാറ്റം ഉണ്ടായി, ഇത്ര നാളത്തെ സംഭവിച്ചിട്ടില്ല, പക്ഷെ അത് ഇങ്ങനെ ഇന്ന മാറ്റം ഉണ്ടായി, അപ്പൊ അതിനർത്ഥം നല്ല മാറ്റം വരുന്നു എന്നാണ്, ഇങ്ങനെ സംഭവിച്ചു. അതെന്തിനാ നിങ്ങൾ അതിന് പറയണത് വെച്ചാൽ, നിങ്ങൾ കോൺസ്റ്റന്റ്ലി നിങ്ങളോട് തന്നെ പറയുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസിലേക്ക് അത് ഫീഡ് ചെയ്യും. അപ്പൊ ഈ നെഗറ്റീവ് തോട്ട്സിനെ പിന്നെ അധികം ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നില്ല. ഓക്കെ. അപ്പൊ അതൊരു ചാലഞ്ചാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. ഫുൾ മൂൺ ഇൻ ലിയോ ഗ്രൂപ്പ് 1 ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന challenges. Clarify the lovers. Clarify the four. Okay.
ഓക്കെ, നിങ്ങൾ ചിലവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നത് പോലെ എടുക്കാം കേട്ടോ. ഇതൊരു റിലേഷൻഷിപ്പ് ആസ്പെക്ട് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കാരണം ലവേഴ്സ് കാർഡ് കണ്ടോണ്ടല്ല ഞാൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് കൺഫർമേഷൻ ഞാൻ ചോദിക്കപ്പോഴും അത് തന്നെയാണോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്താ പറയാ, കൃത്യമായി ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം മെസ്സേജ് കൺവേ ചെയ്യുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ നമുക്ക് കാണുന്നത്, കാരണം എംപ്രസ് കാർഡും ഒക്കെ വന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു എനർജി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു റിലേഷൻഷിപ്പ്, അതായത് നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതിന്റെ ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷെ അവിടെ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാല്, അതിനെ നാച്ചുറലി സംഭവിക്കാൻ അനുവദിക്കാതെ ഒന്നുകിൽ അതിനെ അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾക്കൊരു ശ്രമം ഉണ്ടാവുക. ഓക്കെ, അതിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ ഒരു ശ്രമം. അതായത് ആ വ്യക്തിനെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതിന് നിങ്ങൾ അതിനെ എന്താ പറയാ, ആ ഒരു ടൈമിനെ ഡിലേ കൊണ്ടുവരാന്ന് പറയില്ലേ, ഇപ്പൊ വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട്, ഇപ്പൊ വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട്, അങ്ങനെ. അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്കൊരു ടെൻഡൻസി ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കണക്ഷൻ ആണ്. പക്ഷെ നിങ്ങൾക്ക് അവിടെ ഒരു ഇതായില്ലെങ്കിലോ, ഇത് ഹെൽത്തി കണക്ഷൻ അല്ലെങ്കിലോ, ഇത് ഞാൻ എന്റെ ഡിവൈൻ കൗണ്ടർ പാർട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ ചിന്തകൾ, അനാവശ്യമായിട്ടുള്ള അങ്ങനത്തെ കുറെ ചിന്തകൾ കടന്നു വരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഈ വ്യക്തിനെ നിങ്ങൾ ഒരു തരത്തിൽ അവരെ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനത്തെ ഒരു ടെൻഡൻസി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. അതിന് വേണ്ട വിധം അത് നടക്കേണ്ട പോലെ നടക്കാൻ അനുവദിക്കാതെ റെസിസ്റ്റ് ചെയ്യണം. ആ എംപ്രസ് എനർജിയിലാകാതെ നിങ്ങൾ ആ ഒരു 4 of Pentacles എനർജിയിൽ ഇരിക്കുക. വേണ്ട, എന്റെ ലൈഫിലേക്ക് ഇപ്പൊ ആരും വരണ്ട, ആ ഒരു എനർജിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. മനസ്സിലായില്ലേ? എനിക്ക് വേണം, എനിക്ക് ഈ ഒരാൾ വേണം, പക്ഷെ ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട്. ഈ ഒരു കൺസെപ്റ്റ് അതാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് തോട്ട് ഇതാണ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുക. അതാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ച്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എംപ്രസ് എനർജിയിലായിരിക്കുക. ഓരോ കാര്യങ്ങളും നടക്കുന്നതിന് അതിന് കൃത്യമായ സമയമുണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ അതിന് പൂർണ്ണമായി തയ്യാറാകുമ്പോഴാണ് യൂണിവേഴ്സ് അത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്ന് മനസ്സിലാക്കുക. അപ്പൊ അത് സംഭവിക്കുമ്പോൾ അത് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അതിന് തയ്യാറാണ്. കോൺഷ്യസ്ലി ചിലപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അവെയർ അല്ലെങ്കിലും നിങ്ങൾ അതിന് തയ്യാറാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നടക്കാൻ അനുവദിക്കുക. ഈ ന്യൂ എനർജി, നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതിന് നിങ്ങൾ അനുവദിക്കണം. ഓക്കെ, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കരുത്. Clarify the Queen of Cups. Clarify the Three of Pentacles. Okay. വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളിലേക്ക് ഒരു ഗുഡ് ന്യൂസ് വരുന്നുണ്ട്. ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, ജോബ് റിലേറ്റഡ് ആയിട്ടായിരിക്കാം കേട്ടോ. നിങ്ങൾക്കറിയാം ഇൻറ്റ്യൂട്ടീവ്ലി, ഇത് വരുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾക്കറിയാം ഓക്കെ ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നുണ്ട്. അത് പ്രകാരം തന്നെ സംഭവിക്കുന്നുണ്ട്. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് ഞാൻ ആഗ്രഹിച്ച ജോലി, അതിലേക്ക് എത്താൻ എന്നെ സഹായിക്കുന്ന, അല്ലെങ്കിൽ ഒന്നിലേക്ക് ഞാൻ ആഗ്രഹിച്ച ജോലി തന്നെയാണ്, ഇതാണ് ഞാൻ വെയിറ്റ് ചെയ്ത ആ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി, അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ നിങ്ങളുടെ ഉള്ളില് ഇതും എനിക്ക് നഷ്ടപ്പെട്ടാലോ, മുൻപ് കണ്ടില്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായേ, അപ്പൊ ഇനിയും ഇതുപോലെ നഷ്ടപ്പെട്ടാലോ എന്ന ആ നിരാശ, വെറുതെ ഒരു നിരാശ വരിക. അതായത് ഇതിനെക്കുറിച്ച് ഒന്നും തീരുമാനമായിട്ടൊന്നുമില്ല. ഇത് വരുമ്പോഴേക്ക് നിങ്ങൾ ഇതൊന്നും കിട്ടാൻ പോകണില്ല, ഇത് കണ്ടില്ലേ മുന്നേ ഇതുപോലൊക്കെ തന്നെ ഉണ്ടായതാ, അന്ന് ഞാൻ കുറെ പ്രതീക്ഷിച്ചിട്ട് അവസാനം അത് കിട്ടിയില്ല, എനിക്ക് വിഷമായി, ഇത് അങ്ങനെയൊക്കെ തന്നെ ആവുള്ളൂ, ഈ ചിന്ത ഇതിങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഒരു ഉത്സാഹം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്താലും ഇന്റർവ്യൂ ആയാലും ഒക്കെ നിങ്ങൾക്ക് അതിനൊന്നും വേണ്ട വിധം പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല. നിങ്ങൾക്കൊരു എന്തായാലും കിട്ടിയാൽ അങ്ങനത്തെ ഒരു മനസ്സ്. അപ്പൊ എന്താ ഉണ്ടാവണേ, നിങ്ങൾ കൃത്യമായി പ്രിപ്പയർ ചെയ്യുന്നില്ല, കൃത്യമായ കാര്യങ്ങൾ എടുക്കുന്നില്ല, നിങ്ങൾക്ക് ആ അവസരം നഷ്ടപ്പെടാം. മനസ്സിലായോ? നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇതാണ് നിങ്ങൾ കാത്തിരുന്നത്, ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും നാൾ ഈ കണ്ട എഫേർട്ട് ഒക്കെ എടുത്തത്. ഓക്കെ, ഈ ചാലഞ്ചസ് ഒക്കെ കടന്നു വന്നത്. അത് എത്തുമ്പോ എല്ലായ്പ്പോഴും പാസ്റ്റിൽ ഇങ്ങനെ നടന്നു, ഇനിയും അങ്ങനെ നടക്കുള്ളൂ, അങ്ങനത്തെ ഒരു ചിന്ത വരുമ്പോ അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. നിങ്ങൾ പറയേണ്ടത്, ഇത്രയും നാളും എനിക്ക് യൂണിവേഴ്സ് തരാതിരുന്നത് എനിക്ക് അതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ അല്ലെങ്കിൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഞാൻ ഡിസേർവ് ചെയ്യുന്നതുകൊണ്ടാണ്. ആ ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പം എൻ്റെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്, ഞാൻ ഇതിൽ 2 കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്നു. ആ ഒരു കോൺഫിഡൻസോട് കൂടെ, കാരണം ഇത് നിങ്ങളിലേക്ക് വരികയാണ് ചെയ്യണത്. ഓക്കെ, നിങ്ങൾ തേടി പോണതായിട്ട് കാണില്ല, ഇത് ഒരു ഔട്ട് ഓഫ് ബ്ലൂ നിങ്ങളിലേക്ക് എത്തുക, അങ്ങനത്തെ ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ അത് നിങ്ങളത് ശരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് സയൻസ്. അതായത് യൂണിവേഴ്സ് കംപ്ലീറ്റ്ലി നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവായി കാണുന്നു. നിങ്ങൾക്ക് ആ സൈൻ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ ജോബ്, ഞാൻ വെയിറ്റ് ചെയ്ത ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇതാണ് എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിലേ ഇതിന് മുൻപ് നിനക്കുണ്ടായതാ, ഞാൻ അതുപോലെ തന്നെ ഇതിൽ സംഭവിക്കുന്നു തോന്നണേ, അങ്ങനെ ഇനി ആവും ഇതിന്, പിന്നെ എന്തിനാ വെറുതെ പ്രതീക്ഷ വെക്കണം, ഇങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ വരിക. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു ടെൻഡൻസി, അതാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ച്.
ഓക്കെ, അപ്പൊ നിങ്ങൾ സ്വയം എന്താ പറയണ്ടേ? ഇല്ല, ഇതാണ് എനിക്ക് ഈശ്വരൻ സയൻസ് തരുന്നുണ്ട്, അതിനർത്ഥം ഇതാണ് ഞാൻ വെയിറ്റ് ചെയ്ത ഓപ്പർച്യൂണിറ്റി, ഇതെനിക്ക് ഡെഫിനറ്റ്ലി കിട്ടിയിരിക്കും, ഞാൻ ഇതിൽ എൻ്റെ 100% കൊടുത്തിരിക്കും. അങ്ങനെ വളരെ പോസിറ്റീവ് ആയിട്ടിരുന്ന് അതിനെ ഫേസ് ചെയ്യണം, അതിനെ എക്സ്പ്ലോർ ചെയ്യണം, അതിൽ നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസ് എടുക്കണം. അതാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ച്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഫുൾ മൂൺ ഇൻ ലിയോ ഗ്രൂപ്പ് 1ന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ ചാലഞ്ചസും. അപ്പൊ ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ചന്ദ്രകണ്ഠ ടാരോട്ട് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ വർഷം മുതൽ ഞാൻ കൊടുത്തു തുടങ്ങിയിട്ടുള്ള 2 പുതിയ പേഴ്സണൽ ടാറോ റീഡിംഗ് സർവീസസ് ഉണ്ട്. അതിന്റെ വിവരങ്ങളെല്ലാം തന്നെ, വിശദ വിവരങ്ങൾ ഞാൻ കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊന്ന് വായിച്ചു നോക്കാം. ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പോൾ നിങ്ങൾ തംബ്നെയിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഫുൾ മൂൺ ഇൻ ലിയോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? കുറെ അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്നുണ്ടെന്ന് തോന്നുന്നു. കുറെ കാർഡ്സ് വേണം, എല്ലാം എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഫുൾ മൂൺ ഇൻ ലിയോ ഗ്രൂപ്പ് 2ന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, 10 of Wands. Clarify the 10 of Wands. 6 of Swords. Clarify the 6 of Swords. The Tower. Sudden shift. Sudden shift എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതല്ലാത്ത എനർജീസ്, നിങ്ങളുടെ മനസ്സിന്റെ സ്വസ്ഥത കെടുത്തുന്ന എനർജീസ് എന്നൊക്കെ പെട്ടെന്ന് നിങ്ങൾ മുന്നോട്ട് പോവുക. അതിനൊക്കെ പെട്ടെന്ന് നിങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥ. ഓക്കെ, ഇത്രയും, അതായത് ഒരു പോയിന്റ് വരെ നിങ്ങൾക്ക് ഈ എന്താ പറയുക അൺവാണ്ടഡ് എനർജീസ് അല്ലെങ്കിൽ ഈ വ്യക്തികള്, ബന്ധങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ ഇങ്ങനെ എനർജി ഫീൽഡിൽ ഉണ്ടായിക്കൊണ്ട് നിങ്ങൾക്ക് വളരെ ഒരു ഭാരമേറിയ ഒരു ലൈഫ്, ഒരു സ്വസ്ഥത ഇല്ലാത്ത ലൈഫ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഒരു പോയിന്റിൽ ഇതെല്ലാം നിങ്ങളെ വിട്ടൊഴിയാണ്. അതായത് ഈ നെഗറ്റീവ് എനർജീസ് ഒക്കെ നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി പോകുന്നു, റിലീസ്ഡ് ആയി പോകുന്നു. നിങ്ങൾ വളരെയധികം ഒരു ശാന്തത അനുഭവിക്കുക. പിന്നീട് അങ്ങോട്ട് ഒരു സഡൻ ഷിഫ്റ്റ്. ഓക്കെ, പക്ഷെ ഇത് സംഭവിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലാണ്. ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ആദ്യത്തെ അനുഗ്രഹം. കണ്ടോ, നിങ്ങൾ പെട്ടെന്നാണ് നിങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് സ്വസ്ഥതയും സമാധാനവും മാത്രം. അപ്പൊ അതനുസരിച്ചാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. വളരെ പെട്ടെന്നാണ് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ഇത് നിയന്ത്രിക്കാനൊന്നും സാധിക്കില്ല എന്ന് കാണുന്നു. പക്ഷെ നിങ്ങളുടെ നല്ലതിനാണ്. ഓഫ് കോഴ്സ് ഇപ്പൊ അത് നടക്കാനായിട്ട് അനുവദിക്കുക. ഓക്കെ, യൂണിവേഴ്സ് അത് എങ്ങനെയാണോ നടത്തുന്നത് അത് അതുപോലെ തന്നെ സംഭവിക്കട്ടെ കേട്ടോ. അപ്പൊ ഇതാണ് ആദ്യത്തെ അനുഗ്രഹം. ഫുൾ മൂൺ ഇൻ ലിയോ ഗ്രൂപ്പ് 2ന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, 10 of Cups. Clarify the 10 of Cups. 3 of Cups. ഓക്കെ, എന്തൊരു ആഘോഷത്തിന്റെ കാര്യം കാണുന്നുണ്ടല്ലോ. Clarify the 3 of Cups. 9 of Wands. ഓക്കെ, അപ്പോൾ നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ കുടുംബത്തിൽ മൊത്തത്തിൽ ഓക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ചാലഞ്ച് ഉണ്ടായിരിക്കണം. ഒരു ചാലഞ്ചിങ് പീരീഡിൽ ഓക്കെ നിങ്ങളായിരിക്കണം. നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇൻവോൾവ് ആണെന്ന് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫാമിലി ഫേസ് ചെയ്യുന്ന ചാലഞ്ചസിൽ നിന്ന് നിങ്ങൾ ഫൈനലി പുറത്തു വരികയാണ്. ഓക്കെ, ലൈഫിൽ ആ ഒരു പ്രശ്നങ്ങൾ കഴിഞ്ഞു എന്നുള്ളതിന്റെ കൃത്യമായ ഒരു തെളിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നു. നിങ്ങൾക്ക് അനുഭവത്തിൽ വരാണ്. ഓക്കെ, പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു, ഇനി അങ്ങോട്ട് സുഖമാണ്. ആ ഒരു എന്താ പറയുക കൺഫർമേഷൻ നിങ്ങളുടെ ജീവിതാനുഭവത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ലൈഫിൽ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഫാമിലിക്കും ഇടയിൽ വളരെയധികം ഒരു സന്തോഷം, ഓക്കെ, ഒരു ഹാപ്പിനെസ്, ഒരു എന്താ പറയുക ഇമോഷണൽ ഫുൾഫിൽമെന്റ് ഒക്കെ ഉണ്ടാകുന്നു. നിങ്ങൾ വളരെ ഹാപ്പി ആകുന്നു. അത് നിങ്ങൾ ആഘോഷിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് നിങ്ങളത് ആഘോഷിക്കുന്നു. അങ്ങനത്തെ അപ്പൊ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്കുള്ള ഷിഫ്റ്റ്. ഓക്കെ, ഇത്രയും നാളും പ്രശ്നങ്ങളും ഒരു പ്രശ്നം കഴിഞ്ഞാൽ മറ്റൊരു പ്രശ്നം അങ്ങനെ അതിൽ ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരുന്നതാണ് നിങ്ങളും നിങ്ങളുടെ ഫാമിലിയും. ഇപ്പൊ അത് മാറി അവിടെ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് എന്തുണ്ടാവണു, നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു വളരെ ഒരു സന്തോഷം നിറഞ്ഞ ആനന്ദം നിറഞ്ഞ ഒരു സമയത്തിലേക്ക് ഷിഫ്റ്റ് ആകുക. ഓക്കെ, അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നതിന് ഒരു കാരണമുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ആഘോഷിക്കാൻ
നിങ്ങൾ ആഘോഷിക്കേണ്ട ഒരു കാരണമാണ്. ഓക്കെ, ക്ലാരിഫൈ ദ 4 of cups. ഓക്കെ, ഇത് നമുക്ക് കാണുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾക്ക് വളരെയധികം അതായത് അവിടെ നിങ്ങൾക്ക് ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു മേഖലയിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവം നിങ്ങൾ അതിലൂടെ കടന്നു വന്നിട്ടുണ്ട്. അതുമൂലം നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ ഒരു സ്ട്രെസ്, മുന്നോട്ട് ഭാവിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ആശങ്കയാണ്, വളരെയധികം ടെൻഷനാണ്. ഓക്കെ, നിങ്ങൾ പല വിധത്തിൽ പരിശ്രമിച്ചിട്ട് നിങ്ങൾ വിചാരിച്ച പോലെ ഒരു പുരോഗതി അവിടെ ഉണ്ടായിട്ടില്ല, ആ ഒരു മേഖലയിൽ ഉണ്ടായിട്ടില്ല ഈ ഒരു സംഭവത്തിന് ശേഷം. ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു അവസരം ലഭിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച പുരോഗതി കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കുന്ന അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു. ഓക്കെ, അതൊരു വാട്ടർ സൈൻ മാസ്കുലിൻ എനർജിയിൽ നിന്നായിരിക്കാം നിങ്ങളിലേക്ക് എത്തുക. ഓക്കെ, വളരെ കൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, അതായത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ പ്ലേസ്മെന്റ് ഉള്ള ഒരു വ്യക്തി, അവരിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ഒരു അവസരം നിങ്ങളിലേക്ക് എത്തുന്നത്. എന്തുതന്നെയാണെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഒരു ബെറ്റർ ഓപ്ഷൻ ആണ് ഈ വരുന്നത് എന്ന് കാണുന്നു. ഇതിലൂടെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഫോർവേഡ് മൂവ്മെന്റ് ഈ ഒരു മേഖലയിൽ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് ആലോചിച്ചാൽ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നു വേണ്ട. ആ ഒരു അവസരം വരുമ്പോൾ ഡെഫിനറ്റ്ലി അതിനെ ആക്സെപ്റ്റ് ചെയ്യാം. ഇനി ഫുൾ മൂൺ ഇൻ ലിയോ ഗ്രൂപ്പ് 2ന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? Clarify the Wheel of Fortune. Clarify the King of Swords. Okay. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ്, ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു ഷിഫ്റ്റ് ചിലപ്പോൾ സംഭവിക്കുന്നത് ഏത് മേഖലയിലാണോ നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വേദന, അത്രമേൽ നിങ്ങൾക്ക് വേദന തരുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത്, ഒരു പക്ഷെ ആ മേഖലയിലായിരിക്കാം, ആ മേഖലയിലൂടെ ആയിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഡെസ്റ്റിൻഡ് ആയിട്ട് ഒരു ടേണിംഗ് പോയിന്റ് സംഭവിക്കുന്നത്, ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് സംഭവിക്കുന്നത്. അത് ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ അതപ്പോ എന്താ പറയാ, അത് സംഭവിക്കുന്നതിന്റെ ഒരു പ്രോസസ് ഉണ്ട്, ഒരു പ്രൊസീജിയർ ഉണ്ട്, ഒരു ടൈമിംഗ് ഉണ്ട് അല്ലെ. നിങ്ങൾ അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ എന്താ പറയാ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്, ഇനി പാസ്റ്റ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു ഇന്റൻഷനോടെ അതിനെ എന്താ പറയേണ്ടത്, ആ ഒരു മൂവ്മെന്റ്, ആ ഒരു എനർജറ്റിക്കൽ മൂവ്മെന്റിനെ ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ടെൻഡൻസി ഉണ്ടാവും. ആ ഒരു കൺട്രോളിങ് ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, യൂണിവേഴ്സിൽ സറണ്ടർ ആയിക്കൊണ്ട് അത് നടക്കേണ്ട രീതിയിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട്, തീരുമാനിച്ചുകൊണ്ട് സറണ്ടർ ആയി മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾക്ക് അതെങ്ങനെയെങ്കിലും ഇന്റർഫിയർ ചെയ്യണം. അതായത് നിങ്ങളുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഇതൊരു പോസിറ്റീവ് ഷിഫ്റ്റ് ആണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, അത് ഒരു തരത്തിൽ അതിനൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, അത് സുഗമമായിട്ട് നടക്കണം, അതാണ് നിങ്ങളുടെ ഇന്റൻഷൻ. പക്ഷെ അതിന് വേണ്ടത് നിങ്ങൾ അതിനെ കൺട്രോൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഒരു തരത്തിൽ നിങ്ങൾ സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അതിനെ വേഗം തന്നെ നടക്കാൻ, അതായത് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് സ്ലോ ആയിട്ടായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ കുറച്ചും കൂടെ സ്പീഡ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ റിച്വൽ ഒക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ അതിലേക്ക് ഇടപെടുക, അതിനെ ചേസ് ചെയ്യാൻ തുടങ്ങുക, അങ്ങനത്തെ ഒക്കെ ഒരു ടെൻഡൻസി കാണുന്നുണ്ട്. അതാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ച്. ഓക്കെ, അപ്പൊ അത് ചെയ്യരുത്. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് കൃത്യമായിട്ട് സൈൻ കിട്ടുന്നുണ്ട്, ഇതൊരു പോസിറ്റീവ് ഷിഫ്റ്റ് ആണ്, ഇത് നിങ്ങൾക്ക് ലൈഫിലേക്ക് നല്ലതാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അത് അതിന്റെ രീതിക്ക് ഇത്രയും നാൾ കാത്തിരുന്നില്ലേ, അപ്പൊ ഇത് അതിന്റെ രീതിക്ക് നടക്കാനായിട്ട് അത് അനുവദിക്കുക, അക്ഷമരാവാതിരിക്കുക. ഫുൾ മൂൺ ഇൻ ലിയോ ഗ്രൂപ്പ് 2ന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഓക്കെ, clarify the 4 of Pentacles. Clarify the 7 of Cups. Okay. I was seeing this card. Okay, ഞാൻ Ace of Swords തന്നെയാണ് കണ്ടത്. കാരണം എനിക്ക് ആ മെസ്സേജ് ഭയങ്കര ക്ലിയർ ആയിരുന്നു. പ്രയോറിറ്റൈസ് യുവർ സെൽഫ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഫസ്റ്റ് ക്ലൂ.
നിങ്ങൾക്ക് ചില ഡെല്യൂഷൻസ് ഉണ്ട്, ചില ഇല്യൂഷൻസ് ഉണ്ട്. ഓക്കെ, ആ ഇല്യൂഷൻസ് അത് ഇല്യൂഷൻസ് ആണെന്നും യാഥാർത്ഥ്യം വളരെ ഡിഫറെന്റ് ആണെന്നും നിങ്ങൾക്ക് യൂണിവേഴ്സ് തിരിച്ചറിയിച്ചു തരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഡെല്യൂഷൻ ആണ്. ഓക്കെ, അതായത് ഡെല്യൂഷൻ ഇൻ ദ സെൻസ് നിങ്ങൾ ഇങ്ങനെ അനുമാനിച്ചു വെച്ചിരിക്കുകയാണ് ഇന്നതുപോലെ ആവും, ഇങ്ങനെയാവും, അതുപോലെ ആയിരിക്കും, ഇതുപോലെ ആയിരിക്കും എന്നൊക്കെ. അത് നിങ്ങളുടെ ചിന്തയാണ്. മനസ്സിലായോ? അപ്പൊ അതിനെയാണ് ഡെല്യൂഷൻ എന്ന് പറയുന്നത്. അത് യാഥാർത്ഥ്യമാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് തെളിവുകളൊന്നുമില്ല, നിങ്ങൾ ഗസ് വർക്ക് ചെയ്ത് വെച്ചിരിക്കാം. പക്ഷെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ആ യാഥാർത്ഥ്യം, ആ സത്യം ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് കൊണ്ടുവരുന്നുണ്ട് വളരെ വ്യക്തതയോടെ. ഇതാണ് യാഥാർത്ഥ്യം, നിന്റെ മനസ്സിലുള്ളത്, നീ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് തെറ്റാണ്, അതല്ല ശരി, ഇതാണ് ശരി എന്ന് പറഞ്ഞ് യൂണിവേഴ്സ് കാണിച്ചു തരും. നിങ്ങൾ എന്ത് ചെയ്യും? അല്ല, യൂണിവേഴ്സ് പറയുന്നത് തെറ്റാണ്, ഞാൻ വിചാരിച്ചതാണ് ശരി, ഈ മെന്റാലിറ്റി ഇരിക്കും. അത് ഇല്യൂഷൻ ആണ്. ഓക്കെ ഓക്കെ, ഞാൻ ചിന്തിച്ചത് തെറ്റാണ്. യൂണിവേഴ്സിന്റെ മുന്നിൽ നമുക്ക് ഈഗോന്റെ ആവശ്യമില്ല. ഓക്കെ ഓക്കെ, ഞാൻ ചിന്തിച്ചത് തെറ്റാണ്, അപ്പൊ അങ്ങനെ ആയിരുന്നില്ല അല്ലെ, ഇതാണല്ലേ യാഥാർത്ഥ്യം. ചിലപ്പോ ആ യാഥാർത്ഥ്യം നമ്മൾ ആഗ്രഹിച്ചതായിരിക്കില്ല. ഓക്കെ, ആ ഡെല്യൂഷൻ ആണ് നമ്മൾ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ ആ ഇല്യൂഷൻ ആണ് നമ്മൾ ആഗ്രഹിച്ചത്. പക്ഷെ അതല്ല യാഥാർത്ഥ്യം, അതിന് വിപരീതമാണെന്ന് അറിയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ട്. അത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ വാദിക്കുന്നത് യൂണിവേഴ്സ് ആയിട്ടാണ്. എന്തൊരു ബാലിശമാണെന്ന് ആലോചിക്കുക. പക്ഷെ അതാണ് നിങ്ങൾ ചെയ്യണത്. അതായത് പകൽ പോലെ വ്യക്തമായിട്ട് ആ യാഥാർത്ഥ്യം നിങ്ങളുടെ മുന്നിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങള് അത് ശരിയല്ല, അത് ചിലപ്പോ ഞാൻ ചിന്തിച്ചെടുത്തതാവുള്ളൂ, അതങ്ങനെയാവാൻ വഴിയില്ല, യൂണിവേഴ്സിന് തെറ്റുപറ്റിയതാവും, ഈ ലെവലായിരിക്കും നിങ്ങൾ. ആ ഒരു ഇല്യൂഷൻ അല്ലെങ്കിൽ ഡെല്യൂഷൻ അത് നിങ്ങളോട് അത് ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ ഇങ്ങനെ കണ്ടോ, ഈ 4 ഓഫ് പെന്റക്കിൾസിൽ എങ്ങനെയാണോ ആ പെൺകുട്ടി ഇങ്ങനെ ആ പെന്റക്കിൾസ് അടക്കി പിടിച്ചിരിക്കണേ, അതുപോലെ ഈ ഇല്യൂഷൻസും ഡെല്യൂഷൻസും ഒക്കെ നിങ്ങൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച്, ഇല്ലില്ല ഞാൻ അത് വിട്ട് കളയില്ല, ഞാൻ വിചാരിക്കുന്നത് തന്നെയാണ് ശരി, അല്ലെങ്കിൽ എന്റെ വിശ്വാസങ്ങളാണ് ശരി, ഇതിങ്ങനെ തന്നെയാണ്, ഇതല്ല യൂണിവേഴ്സ് കാണിച്ചു തരുന്നതല്ല യാഥാർത്ഥ്യം, ഈ ഒരു മൈൻഡ് സെറ്റിലിരിക്കും. അവിടുത്തെ ചാലഞ്ച് എന്താ? യാഥാർത്ഥ്യത്തിന് അംഗീകരിക്കുക. ഇതാണ് സത്യം, ശരിയാണ്, ഇത് ഞാൻ ആഗ്രഹിച്ച പോലെയല്ല, പക്ഷെ ഇതാണ് സത്യം. അത് അംഗീകരിക്കുക. അതിനനുസരിച്ച് നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻ, നെക്സ്റ്റ് ആക്ഷൻ എന്താണോ അത് ചെയ്യുക. വെറുതെ ഡെല്യൂഷനെയും ഇല്യൂഷനെയും കെട്ടിപ്പിടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ അവിടെ ഇരിക്കും എന്നല്ലാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. എപ്പോഴും യൂണിവേഴ്സ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ഓരോ കാര്യത്തിനും പിന്നിൽ നമ്മളുടെ നന്മ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് പ്രവർത്തിക്കുക. Okay. Clarify the 9 of Pentacles. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എത്രമേൽ വെയിറ്റ് ചെയ്ത, ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ പരിശ്രമിച്ച, നിങ്ങൾ വരണം എന്ന് ആഗ്രഹിച്ച, അതിനുവേണ്ടി പരിശ്രമിച്ച ആ ഒരു മാറ്റം സംഭവിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നു. ചിലപ്പോൾ ഒരു ട്രാവൽ റീലൊക്കേഷൻ ഒക്കെ ആയിരിക്കും, അതാവും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കുക. ഓക്കെ, കരിയർ ബേസ്ഡ് ആയിട്ട് ഒരു ട്രാവൽ റീലൊക്കേഷൻ അങ്ങനെയൊക്കെ ആയിരിക്കും ആഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ എക്സ്പാൻഷൻ ഒക്കെ കാണുന്നു. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു അപ്ഗ്രേഡ്, ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു ട്രാവൽ റീലൊക്കേഷൻ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഓക്കെ, എ ഫ്രഷ് ന്യൂ സ്റ്റാർട്ട്, ആ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു മാറ്റത്തിൽ അതിലിങ്ങനെ ഫോക്കസ് ചെയ്ത് പോകും. നിങ്ങൾ സ്വയം കെയർ ചെയ്യാൻ, ഓക്കെ, ആ സെൽഫ് കെയർ ഒക്കെ നെഗ്ലക്ട് ചെയ്യാനായിട്ടൊരു സാധ്യത. അതായത് ആ ഒരു മാറ്റം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിലിങ്ങനെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സെൽഫ് കെയർ ആക്ടിവിറ്റീസ് ഒക്കെ അത് പിന്നെ ആവാം, നാളെ ആവാം, അതൊക്കെ ഇങ്ങനെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാനൊരു സാധ്യത, അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കാനൊരു സാധ്യത. ഓക്കെ, മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ആഗ്രഹിച്ചതാണ്. ഓക്കെ, ഇത് നിങ്ങൾ ആഗ്രഹിച്ചതാണ്. ഈ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചത് തന്നെയാണ്. അത് സംഭവിക്കുന്നു, അതിൽ സന്തോഷിക്കണം. ഡെഫിനറ്റ്ലി എക്സൈറ്റഡ് ആവുന്നതുകൊണ്ടും കുഴപ്പമില്ല. ഗ്രൗണ്ടഡ് ആയി നിൽക്കുക. മനസ്സിലായില്ലേ? നിങ്ങൾ ഈ പറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ ശീലിച്ചു തുടങ്ങിയ ചില നല്ല കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ സെൽഫ് കെയർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം നേടിയെന്നുള്ളത് കൊണ്ട് അത് ഉപേക്ഷിക്കാൻ പാടില്ല. ആ നല്ല ശീലങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾ അത്
ഫോളോ ചെയ്യണം. അത് കുറച്ച് നാളത്തേക്കുള്ളതല്ല. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ആഗ്രഹിച്ച കാര്യമൊക്കെ നടന്നു, അപ്പൊ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെയല്ല. ആ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്, ആ ഒരു സെൽഫ് പ്രയോറിറ്റൈസേഷൻ, സെൽഫ് കെയർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ലൈഫിൽ ഇനിയും മുന്നോട്ട് പോകുന്നതിന്, നിങ്ങളുടെ എനർജി അതിനനുസരിച്ച് ഒരു ഹൈ വൈബ്രേഷനായിട്ട് വെക്കുന്നതിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ആ സെൽഫ് കെയറിനുള്ള ടൈം നിങ്ങൾ കണ്ടെത്തിയേ പറ്റൂ. എന്തൊക്കെ ധൃതിയുണ്ട് എന്ന് പറഞ്ഞാലും ആ ഒരു സമയം നിങ്ങൾ കണ്ടെത്തിയിരിക്കണം. പിന്നെ മാറ്റത്തിനനുസരിച്ച് ജീവിതത്തിലും ഒരു അപ്ഗ്രേഡ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കണം. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലില് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ഒരു അപ്ഗ്രേഡ് അത് ഡെഫിനറ്റ്ലി കൊണ്ടുവന്നിരിക്കണം. അതിനുള്ള റിസോഴ്സസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അതിനുള്ള റിസോഴ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഫൈനാൻഷ്യൽ റിസോഴ്സസ് നിങ്ങൾക്ക് ഉണ്ടാവും. അത് ചെയ്യണം. അവിടെ അനാവശ്യമായിട്ടുള്ള പിശുക്ക് പാടില്ല. ആ മാറ്റത്തിന് ഉൾക്കൊള്ളുക, മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു അനദർ ഇമ്പോർട്ടൻറ്റ് ചാലഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, ഓവർ സ്പെൻഡിങ്ങും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് കാണുന്നു. ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ്, ഫൈനാൻഷ്യൽ ഡിസിഷൻസിലൊക്കെ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാം. ഈ പറഞ്ഞ പോലെ ലൈഫിൽ ആ ഒരു ഡിസിപ്ലിൻ, ഓർഗനൈസ്ഡ് ആയി പോകുന്നത്, അതിലൊരു മാറ്റം വരുത്തരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, ബി വെരി മൈൻഡ്ഫുൾ, ബി ഗ്രൗണ്ടഡ്. ഈ മാറ്റങ്ങളൊക്കെ നിങ്ങൾ എക്സൈറ്റ് ചെയ്യാം, നിങ്ങൾക്കത് എക്സൈറ്റ്മെന്റ് കൊണ്ടുവരാം, പക്ഷെ ഗ്രൗണ്ടഡ് ആയിരിക്കുക. ഓക്കെ, പഠിച്ച പാഠങ്ങളെ മറക്കാതിരിക്കുക. പിന്നെ നിങ്ങൾ ഈ ഒരു പുതിയ സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോൾ, പുതിയ ഫേസിലേക്ക് കടക്കുമ്പോൾ ചിലപ്പോൾ കഴിഞ്ഞു പോയ പാസ്റ്റിലത്തെ ചില എനർജീസ് ഒക്കെ തിരിച്ചു വരാനും നിങ്ങളായിട്ട് ഒരു കോണ്ടാക്ട് കീപ്പ് ചെയ്യാനൊക്കെ ഒരു ശ്രമം നടത്താം. ഇവർ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്നുള്ളത് നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ അവരുണ്ടായിരുന്നു നോക്കുക. ഇല്ല, ഒരു പക്ഷേ നിങ്ങൾ ഈ സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ എത്തിയത് തന്നെ അവർ കാരണമായിരിക്കാം. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ലൈഫിലെല്ലാം സെറ്റായി നിങ്ങൾ വീണ്ടും ഒരു എന്താ പറയുക സക്സസ്ഫുൾ ആയപ്പോഴാണ് അവർ വീണ്ടും തിരിച്ചു വരുന്നത്. അപ്പൊ അവർക്ക് അവിടെ ആക്ച്വലി നിങ്ങളോട് പ്രത്യേകിച്ച് ഒരു സ്നേഹമോ കെയറോ ഒന്നുമില്ല. ഓക്കെ, അവരിങ്ങനെ ഒരു തരത്തിൽ നിങ്ങളെ ചൂഷണം ചെയ്യാനാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ളവർ അകറ്റി നിർത്തുക. ലൈഫിലൊക്കെ നല്ലത് സംഭവിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു വിശാല മനസ്സ് വരാനൊക്കെ ഒരു സാധ്യതയുണ്ട്. സാരമില്ല, പൊട്ടെന്നപ്പോ അങ്ങനെ ഇപ്പൊ പ്രവർത്തിച്ചാലും എന്നെ പിന്നീന്ന് കുത്തിയാലും അതിപ്പോ അവർക്ക് വിഷമം ഉണ്ടാവും അതില്, അതുകൊണ്ട് അവർക്ക് ഒരു ചാൻസും കൂടെ കൊടുക്കാം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ വീണ്ടും അവസാനിച്ചോടത്ത് വന്ന് നിൽക്കും. അത് വേണ്ടെങ്കിൽ ഇത് അകറ്റി നിർത്തുള്ളവരെ അകറ്റി നിർത്തുക. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് കമന്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഈ വർഷം മുതൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 2 പുതിയ പേഴ്സണൽ ടാറോ റീഡിംഗ് സർവീസസിന്റെ വിശദ വിവരങ്ങൾ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിൻഡ് കമന്റ് ആയിട്ട് അത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വായിച്ചു നോക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റീഡിംഗ് ബുക്ക് ചെയ്യണമെങ്കിൽ എന്നെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. അപ്പൊ നിങ്ങൾ തംബ്നെയിലത്തെ 3ാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. നമുക്ക് നോക്കാം. ഫുൾ മൂൺ ഇൻ ലിയോ ഗ്രൂപ്പ് 3യുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഫുൾ മൂൺ ഇൻ ലിയോ ഗ്രൂപ്പ് 3യുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഓക്കേ, Eight of Swords. Clarify the Eight of Swords. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് നമുക്ക് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു സ്റ്റക്ക് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഒരു എന്താ പറയണ്ടേ, 2 മെസ്സേജസ് കിട്ടുന്നുണ്ട്. അതൊന്ന് റെസണേറ്റ് ചെയ്യുന്നതനുസരിച്ച് എടുക്കുക. ഒന്ന് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് നിങ്ങളെ സംബന്ധിച്ച്, സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് നിങ്ങളെ സംബന്ധിച്ചുണ്ട്. ഓക്കെ, ആ ഒരു സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സിൽ നിന്നും ഇൻസെക്യൂരിറ്റീസിൽ നിന്നും നിങ്ങൾ അതിനെല്ലാം റിലീസ് ചെയ്ത് നിങ്ങൾ വളരെ ഒരു ഇമോഷണൽ മെച്യൂരിറ്റിയോട് കൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന അത്തരത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിൽ സംഭവിക്കുന്നു. നിങ്ങളുടെ കഴിവുകളെ കുറിച്ചും നിങ്ങൾക്ക് ഈശ്വരൻ അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള കഴിവുകളെ കുറിച്ചും നിങ്ങളുടെ കേപ്പബിലിറ്റീസിനെ കുറിച്ചും എല്ലാം
കൃത്യമായൊരു ബോധ്യം ഉണ്ടായിക്കൊണ്ട് അനാവശ്യ ഇൻസെക്യൂരിറ്റീസ് സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ഇമോഷണൽ മെച്യൂരിറ്റിയോട് കൂടെ വെൽ ബാലൻസ്ഡ് ഇമോഷണലി വളരെ ബാലൻസ്ഡ് ആയിട്ട് ഉള്ള ഒരു അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ അങ്ങനത്തെ ഒരു സെൽഫിലേക്ക് നിങ്ങൾ മാറുന്നു. ഓക്കെ, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നതാണ് കാണുന്നത്. അതൊന്ന്. പിന്നെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഏത് ഒരു മേഖലയുണ്ട് അവിടെ നിങ്ങളെ സംബന്ധിച്ച് ഇനി ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് കാണാനില്ല. അതിൽ ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല. നിങ്ങൾ എങ്ങനെ ആലോചിച്ചിട്ടും നിങ്ങൾക്കൊരു പ്രോഗ്രസ് ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു എന്താ പറയാ ഗ്രോത്ത് ആ ഒരു മേഖലയിൽ ഇനി നടക്കില്ല എന്നുള്ള ആ ഒരു ചിന്തയിലാണ് നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്നത്. വളരെയധികം ഓവർ തിങ്കിങ് എനർജി അവിടെ ഉണ്ട്. ഓക്കെ, കാരണം നിങ്ങൾ നോക്കുമ്പോൾ ഒരു സൈൻ റിയാലിറ്റി നിങ്ങൾക്ക് കാണുന്നില്ല അതിലേക്ക് എത്തുന്നതിനായിട്ട്. പക്ഷെ അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രോഗ്രസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫോർവേഡ് മൂവ്മെന്റിന് സഹായിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം, വളരെ അബണ്ടന്റ് ആയിട്ടുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, ഇതൊരു ഫെമിനിൻ എനർജി ഉള്ള വളരെ ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഫെമിനിൻ എനർജിയാണ് അവരിൽ സ്ട്രോങ്. ആ ഒരു സോഫ്റ്റ് കൈൻഡ് നേച്ചർ ഉള്ള ഒരു വ്യക്തി. ഓക്കെ, അവരാണ് നിങ്ങളിലേക്ക് ഈ ഒരു ഓഫർ കൊണ്ടുവരുന്നത്. അവർക്കൊരു വാട്ടർ പ്ലേസ്മെന്റ് ഉണ്ടാവാം, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞ പോലെ ലിബ്ര അല്ലെങ്കിൽ വിർഗോ പ്ലേസ്മെന്റ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഈ വ്യക്തിയാണ് നിങ്ങളിലേക്ക് അത് കൊണ്ടുവരികയാണ്. ഓക്കെ, അവര് ഈ ഒരു മേഖലയിൽ നിങ്ങളെക്കാളും മെച്ചോർഡ് ആണ്, നിങ്ങളെക്കാളും എൽഡർ ആണ് എന്ന് കാണുന്നു. അവരിലൂടെയാണ് ഈ അവസരം നിങ്ങളിലേക്ക് എത്തുന്നത്. ഓക്കെ, ഫുൾ മൂൺ ഇൻ ലിയോ ഗ്രൂപ്പ് 3യുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന അനുഗ്രഹങ്ങൾ. Clarify the Four of Cups. ഓക്കെ, ഇതൊരു സർപ്രൈസ് എന്നുള്ള ഒരു എനർജിയാണ് കിട്ടുന്നത്. ഓക്കെ, ഇതൊരു യൂണിവേഴ്സിന്റെ ആക്ച്വലി ഡയറക്റ്റ് ബ്ലെസ്സിങ് എന്നുള്ള ഒരു എനർജിയാണ്. അതായത് അതാണ് നിങ്ങൾ അതങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നില്ല. നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ഒരു ഓഫർ ആയിരിക്കും, ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും, വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഓഫർ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളത് അറിയുന്നു. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടി നിങ്ങൾ അതിൽ എന്താ പറയാ അതിനെ അപേക്ഷിക്കുക. നിങ്ങൾ എന്ത് ആക്ഷൻ ആണോ ആ ഒരു ഓപ്പർച്യൂണിറ്റി നേടിയെടുക്കുന്നതിന് ചെയ്യേണ്ടത്, നിങ്ങൾ അത് എടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതേസമയം നിങ്ങൾ അവെയർ ആണ് ഒരുപാട് പേര് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഹൈ കോമ്പറ്റീഷൻ ഉള്ളതാണ്, കിട്ടാൻ സാധ്യത കുറവാണ് എന്നുള്ളത്. പക്ഷെ നിങ്ങൾ എന്നാലും എന്താ പറയാ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്നുള്ള നടക്കാം എന്ന് വിചാരിച്ച് യൂണിവേഴ്സിൽ അത് സറണ്ടർ ചെയ്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ആക്ഷൻസ് നിങ്ങൾ എടുക്കുന്നു. ഓക്കെ, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ഓഫർ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾ അതിലിങ്ങനെ ഫിക്സേറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. നിങ്ങൾ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. യൂണിവേഴ്സിൽ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്ത് പോകുന്നതായിട്ട് കാണുന്നു. ആ ഒരു പെർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾ വേണമെങ്കിൽ ഈ ഒരു പ്രോസസ്സിലായിരിക്കാം. ഓക്കെ, അത് നിങ്ങൾ അച്ചീവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഫുൾ മൂണിന്റെ ടൈമിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് അറിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതൊന്ന് അതിന് എന്ത് ആക്ഷൻ ആണോ നിങ്ങൾ എടുക്കേണ്ടത് അത് എടുക്കുക. ഓക്കെ, ഞാൻ എക്സ്പ്ലോർ ചെയ്യാം. യൂണിവേഴ്സിന്റെ നേരിട്ടുള്ള ഒരു ഇടപെടൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഫേവർ ആയിട്ട്. ക്ലാരിഫൈ ദ 9 of coins. Clarify the strength. ഓക്കെ, നിങ്ങൾക്കൊരു ഹ്യൂജ് ഗ്ലോ അപ്പ് എനർജിയാണ്, സഡൻ ക്വിക്ക് ഗ്ലോ അപ്പ് എനർജിയാണ് കാണുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഗ്ലോ അപ്പ് ആണെന്ന് കാണുന്നു. നിങ്ങൾക്ക് ഫൈനാൻഷ്യലി നിങ്ങൾക്ക് ആ ഒരു ഗ്ലോ അപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ എക്സ്റ്റേണൽ വേൾഡിലും സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഫൈനാൻഷ്യൽ പ്രോസ്പെറിറ്റി വരുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ സ്കിൻ ഹെയർ ഒക്കെ കൂടുതൽ ഗ്ലോയിങ് ആവുന്നു, ഹെൽത്തി ആവുന്നു. അങ്ങനെ ഈ ഒരു ചേഞ്ച് ഇത് നിങ്ങൾ ആഗ്രഹിച്ചതാണ് എന്ന് കാണുന്നു. ഇത് നിങ്ങളുടെ ഒരു സ്വപ്നമാണെന്ന് കാണുന്നു. ആ സ്വപ്നം നിങ്ങളുടെ യാഥാർത്ഥ്യമാവുന്നതിന്റെ സാധ്യത വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണുന്നുണ്ട്. വളരെ പെട്ടെന്നാണ് ഇത് സംഭവിക്കുക. സഡൻ ഷിഫ്റ്റ് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അഗെയിൻ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് ഡിവൈൻ ടൈമിങ്ങിലാണ് സംഭവിക്കുക എന്ന് മനസ്സിലാക്കുക. ആ ഡിവൈൻ ടൈമിംഗ് നമുക്ക് അറിയണമെന്നും ഇല്ല. ഓക്കെ, അപ്പൊ തന്നെ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ ശരിക്കും സർപ്രൈസ് ആക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ബി ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ്. ആ മാറ്റങ്ങൾ വരുമ്പോൾ അതിൽ സന്തോഷിക്കുക, യൂണിവേഴ്സിനോട് നന്ദി പറയാ. അതിന്റെ സമയത്ത് അതിനനുസരിച്ച് യൂണിവേഴ്സിന്റെ പ്ലാൻ അനുസരിച്ച് ആ മാറ്റങ്ങൾ നടക്കുന്നതിന് അനുവദിക്കുക. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു അപ്ഗ്രേഡ്, ലൈഫ് സ്റ്റൈൽ ഒരു അപ്ഗ്രേഡ് കാണുന്നു. ചിലപ്പോൾ നിങ്ങളുടെ ഡ്രസ്സിംഗ് സ്റ്റൈലിലൊക്കെ ഒരു മാറ്റം വരുന്നുണ്ടാവാം, ഹെയർ സ്റ്റൈലിൽ മാറ്റം വരുന്നുണ്ടാവാം.
പിന്നെ ഈ പറഞ്ഞ പോലെ the way you carry yourself, okay, നിങ്ങളെ തന്നെ പ്രസന്റ് ചെയ്യുന്ന രീതി, അതിൽ മാറ്റം വരുന്നുണ്ടാവാം. പിന്നെ ലൈഫ് സ്റ്റൈലില്, കഴിക്കുന്ന ഭക്ഷണത്തില്, അല്ലെങ്കിൽ ഉടുക്കുന്ന വസ്ത്രങ്ങളില്, അങ്ങനെ ഒക്കെ ഒരു ചേഞ്ച്, ഒരു അപ്ഗ്രേഡ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് നിങ്ങളുടെ ഗ്ലോ അപ്പിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഒതന്റിക് സെൽഫിലേക്ക് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ആകുന്നത് ആയിട്ട് കാണുന്നു. നിങ്ങൾ നിങ്ങളായി തന്നെയാണ് അവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, നിങ്ങൾ അതിൽ വളരെയധികം കംഫർട്ടബിൾ ആകുന്നതും എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഫുൾ മൂൺ ഇൻ ലിയോ ഗ്രൂപ്പ് 3യുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ചാലഞ്ചസ്. ഓക്കെ, clarify the hermit, 2 of cups, clarify the 2 of cups. ഓക്കെ, ഫസ്റ്റ് ചാലഞ്ച് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡിസയർ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ വളരെയധികം ഫോക്കസ്ഡ് ആയിട്ട് ഒരു പ്രത്യേകം നിങ്ങളൊരു ആഗ്രഹത്തിനായിട്ട്, അത് ആഗ്രഹം നടത്തിയെടുക്കുന്നതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നതായിട്ട് കാണുന്നു. വേണമെങ്കിൽ നിങ്ങൾ കുറെ നാളായിട്ട് ഒരു ഹെർമിറ്റ് എനർജിയിലായിരിക്കാം. ഓക്കെ, ബാക്കിയൊന്നിലേക്ക് ഡിസ്ട്രാക്റ്റഡ് ആയി പോകാതെ ഈ ഒരു സ്വപ്നത്തിൽ മാത്രം, ഈ ഒരു ആഗ്രഹത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് അത് നേടിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക ആയിരിക്കാം ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത്. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളിലേക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കുന്നതിന്, നടത്തിയെടുക്കുന്നതിന് വേണ്ടുന്ന അവസരം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. 2 of cups എനർജി അതാണ് കാണിക്കുന്നത്. ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ ചിലപ്പോൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ പറയുന്ന അവസരങ്ങൾക്കെല്ലാം അത് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, വളരെ നിങ്ങൾ എത്രത്തോളം കോൺഫിഡന്റ് ആയിട്ട് ഈ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യുന്നു, അത്രത്തോളം നിങ്ങൾ അതിൽ സക്സസ്ഫുൾ ആകാനുള്ള സാധ്യതയും ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് അവിടെ ഒരു എന്താ പറയാ, നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു പാസ്റ്റ്, ഓക്കെ, ആ പാസ്റ്റ് ഒന്ന് റീസർഫസ് ചെയ്യുക. ചിലപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിങ്ങൾക്ക് മുന്നേ ഉണ്ടായിട്ടുള്ള എന്താ പറയണ്ടേ, ഒരു എൻഡിങ് ഉണ്ട്. ഓക്കെ, ഒരു ട്രാജിക് എൻഡിങ് എന്നാണ് ഞാൻ കേൾക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് അതൊരു ട്രാജഡി ആയിരുന്നു. ആ ഒരു എൻഡിങ്, അതിനെ കുറിച്ചുള്ള ഓർമ്മകൾ വരിക, അതുപോലെ തന്നെയാവോ ഇനിയും എന്നുള്ള ഒരു പേടി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇത് ഈ ഒരു അവസരം അല്ലെങ്കിൽ അവസരങ്ങൾ ഇതിലെ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് മുന്നോട്ട് പോയാൽ പ്രോഗ്രസ് ആണ്, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫോർവേഡ് മൂവ്മെന്റ് ആണ്. ഇത് അറിയാമെങ്കിലും നിങ്ങൾക്കുള്ളിൽ ഞാനിത് ചൂസ് ചെയ്ത് പോയി വീണ്ടും പഴയ പോലെ ആയാലോ എന്നുള്ള ഒരു തോട്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ എവിടെയാണോ ആയിരിക്കുന്നത്, ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ക്രോസ് റോഡ് എനർജിയാണ്. ഓക്കെ, പ്രത്യേകിച്ച് ഒരു മാറ്റം ഇല്ലാത്തൊരവസ്ഥയാണ്. അവിടെ തന്നെ തുടരാനായിട്ട് ഒരു ടെൻഡൻസി ഉണ്ടാവുക. ഓക്കെ, അതായത് നിങ്ങൾ ഇത്രയും നാൾ ആഗ്രഹിച്ചത് അവിടെ ഒരു നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സ്വപ്നം അത് നേടിയെടുക്കുക എന്നുള്ളതാണ്. ആ നേടിയെടുക്കാൻ വേണ്ടുന്ന അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിയപ്പോൾ അത് സ്വീകരിക്കാൻ നിങ്ങൾക്കൊരു ഭയം. ഓക്കെ, കാരണം അത് സ്വീകരിച്ച് മുന്നോട്ട് പോയി മുന്നത്തെ പോലെ തന്നെ ഒരു വേദന ഉണ്ടാവുന്നതിനേക്കാളും ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്ത് പോകുന്നതല്ലേ നല്ലത് എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് സ്ട്രോങ് ആയിട്ട് വരും. അതാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ച്. അപ്പൊ നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാല്, ഇവിടെ നിങ്ങൾ എത്ര കോൺഫിഡന്റ് ആയിട്ട് ഓക്കെ ഈ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസിൽ ഒന്ന് ഞാൻ ചൂസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഞാൻ സക്സസ്ഫുൾ ആയിരിക്കും, പിന്നെ അങ്ങോട്ട് എൻ്റെ ലൈഫിൽ പ്രോഗ്രസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇനി പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊന്നും ഇനി ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നില്ല, അങ്ങനെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റീസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ഓക്കെ, ആ ഒരു ആത്മവിശ്വാസത്തിലായിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ച്. കാരണം അതിനെ തല്ലിക്കെടുത്തുന്ന രീതിയിലുള്ള ചിന്തകൾ, ഓക്കെ, മെമ്മറീസ് റീസർഫസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ക്ലാരിഫൈ ദ 8 of cups, clarify the Hierophant, ഓക്കെ. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുള്ള, നിങ്ങൾ ഒരുപാട് ലോ വൈബ്രേഷണൽ എനർജിയിൽ ആക്കിയിട്ടുള്ള ഒരുപാട് പീപ്പിൾ പ്ലേസസ് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, വ്യക്തികൾ, സാഹചര്യങ്ങൾ, സ്ഥലങ്ങൾ, നിങ്ങൾ അതിൽ നിന്ന് ആ ഒരു സിറ്റുവേഷൻ അവസാനിക്കുന്നതിന്റെ സൂചന നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ആ ഒരു ഘട്ടം അവസാനിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, കാരണം അവിടെ ഒരു ഡിവൈൻ ഇന്റർഫിയറൻസ് ഉണ്ടാവുന്നു. അത് അവസാനിച്ചു, ലോങ് ടേമിലേക്ക് അത് അവസാനിച്ചു. അതായത് ഇനി അത് തിരിച്ചു വരില്ല, അത് അവസാനിക്കുകയാണ്, പ്രോഗ്രസ് ആണ് ഇനി അങ്ങോട്ട്. ഓക്കെ, അപ്പൊ ആ പ്രോഗ്രസിന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു ഫൈനലി നിങ്ങൾ ആഗ്രഹിച്ച ഫോർവേഡ് മൊമെന്റ് ലൈഫിൽ സംഭവിക്കുകയാണ്. പക്ഷെ അപ്പോഴും നിങ്ങളുടെ ഉള്ളില്
ആ കഴിഞ്ഞു പോയ കാലത്തില് നിങ്ങൾ എന്താ പറയുക നിന്ന് പോവാന്ന് പറയില്ലേ, ഫോർവേഡ് മൊമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നതും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതൊക്കെ കഴിഞ്ഞു പോയ നിങ്ങളെ വേദനിപ്പിച്ച ആൾക്കാരെ, വേദനിപ്പിച്ച സാഹചര്യങ്ങള്, അനുഭവങ്ങൾ, ഇതിൽ തന്നെ നിങ്ങളുടെ മെമ്മറീസ് അവിടെ തന്നെ. ഓക്കെ, അപ്പൊ എന്തുണ്ടാവും വെച്ചാല് ലൈഫിൽ ഉണ്ടാവുന്ന പ്രോഗ്രസ് ഒന്നും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കേൾക്കുന്ന നല്ല നല്ല വാർത്തകൾ അത് ആസ്വദിക്കാൻ പറ്റുന്നില്ല, ബ്ലെസ്സിങ്സ് അത് എൻജോയ് ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞ് അങ്ങനെ ആ ഒരു നിങ്ങൾ അത്രയും കാത്തിരുന്ന് വളരെ സന്തോഷം നിറഞ്ഞൊരു സമയത്തിലേക്കാണ് നിങ്ങൾ കടന്നത്. പക്ഷെ അപ്പോഴും നിങ്ങളുടെ ഉള്ളിലത്തെ ചിന്തകള് ആ കഴിഞ്ഞു പോയ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ വ്യക്തികളെ കുറിച്ചിട്ടാണ്. അതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാത്തൊരവസ്ഥ, അത് അവസാനിച്ചു എന്ന് പൂർണ്ണമായിട്ടും, അതായത് ആ കടമ്പ കടന്നു, നിങ്ങൾ ആ ഘട്ടം കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് എന്താ പറയുക ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെയാണ് നമുക്ക് കാണുന്നത്. അപ്പൊ അതാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച്. ഓക്കെ, അപ്പൊ പ്രസന്റ് മൊമെന്റിൽ ആയിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. പ്രസന്റ് മൊമെന്റിൽ അത് നിങ്ങൾ ഇന്റൻഷനലി തന്നെ ചെയ്യണം. സ്വാഭാവികമായിട്ട് സംഭവിക്കില്ല. നമ്മളത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് പിന്നെ നമ്മുടെ ഒരു നേച്ചറിന്റെ ഒരു ഭാഗമാവുക. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ കോൺഷ്യസ്ലി നിങ്ങൾക്ക് അങ്ങനത്തെ ചിന്തകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അവിടെ നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് പ്രസന്റിലേക്ക് വീണ്ടും നിങ്ങളുടെ ശ്രദ്ധേനെ കൊണ്ടുവരിക. ഓക്കെ, ഇപ്പൊ പ്രസന്റ് മൊമെന്റിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, നല്ല കാര്യങ്ങൾ ഓർത്തെടുക്കുക, ആ ഓരോ നല്ല കാര്യങ്ങളെയും കുറിച്ച് ഓർക്കുക, നിങ്ങൾക്ക് അതിൽ നിന്നുണ്ടായ ഇമോഷൻസ് ഒക്കെ ആലോചിക്കുക. അങ്ങനെ അതിലേക്ക് തന്നെ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക. അങ്ങനെ 1, 2, 3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അത് നാച്ചുറലി സംഭവിക്കും. കാരണം നമ്മുടെ ബ്രെയിൻ ആ പാറ്റേൺ പിക്ക് ചെയ്യും. അപ്പൊ പിന്നെ നാച്ചുറലി നെഗറ്റീവ് തോട്ട്സിലേക്ക്, പണ്ടത്തെ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ എന്ത് ചെയ്യും, അവിടെ പ്രസന്റിലേക്ക് കൊണ്ടുവരാനായിട്ട് പ്രസന്റിലത്തെ നല്ല നല്ല കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ അവിടെ ഫില്ല് ചെയ്യും. അങ്ങനെ ആ ഒരു പാസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അത് നിങ്ങൾ ചെയ്യണം. ഓക്കെ, clarify the princess of coins, clarify the empress. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ജോബ്, ഓക്കെ, കരിയർ ആസ്പെക്റ്റിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജോബ് ഓഫർ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ടൈപ്പ് ഓഫ് ജോബ് ഓഫർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരാണ്. പക്ഷെ നിങ്ങൾക്ക് അതിനെ സ്വീകരിക്കാൻ ഒരു ബുദ്ധിമുട്ട്, നിങ്ങൾ അതിനെ റിജക്ട് ചെയ്യാൻ ഒരു ടെൻഡൻസി നിങ്ങളുടെ ഉള്ളിൽ, അങ്ങനത്തെ ഒരു ഇതാ കാണുന്നത്. കാരണം ചിലപ്പോൾ ഇത് നിങ്ങളുടെ കംഫർട്ട് സോണ് പുറത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിനും വേഗം കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവാം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇനിയും തയ്യാറെടുക്കേണ്ടതുണ്ട്, ഇനിയും ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള തോന്നൽ ശക്തമാണ്. അപ്പൊ അതിനെ 2 കൈ നീട്ടി സ്വീകരിക്കുന്നതിന് പകരം ഓക്കെ, ഇത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തതാണ്, ഓക്കെ, ഇതാണ് ഞാൻ ആഗ്രഹിച്ച ഓപ്പർച്യൂണിറ്റി, ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു ജൂനിയർ പൊസിഷൻ ആയിരിക്കാം, അതും ഒരു സാധ്യതയുണ്ട്. ഓക്കെ, എനിക്ക് അതാണ് കൂടുതൽ തോന്നുന്നത്. അപ്പൊ അയ്യോ ഇത് ജൂനിയർ പൊസിഷൻ ആണ്, ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇന്ന പൊസിഷൻ ആണ്, ഇത്ര നാളും കാത്തിരുന്നിട്ട് എനിക്ക് ഇതാണോ കിട്ടിയത്, ഞാനിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിച്ച് അപ്പൊ ഇത് വേണ്ടാന്ന് വെക്കാം, ഇതിനിപ്പോ എന്താ പറയാ, ഇത് മൈൻഡ് ആക്കണ്ട, ഇതിനെ വേണ്ട, ഇതിനെ വിട്ടുകളയാം, നല്ല ഓഫർ വരും, ഞാൻ ആഗ്രഹിച്ച അതേപോലത്തെ ഓഫർ വരും, അങ്ങനത്തെ ഒരു ചിന്ത ഉള്ളില്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റ് ആണ്. ഓക്കെ, പ്രസന്റ്ലി ശരി, അത് നിങ്ങൾ വിചാരിച്ചതിനേക്കാളും ജൂനിയർ പൊസിഷനിലേക്ക്, അതിനർത്ഥം എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നല്ല, ഇത് നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റ് ആണ്. അത് വളരെ അബണ്ടന്റ് ആയിട്ടുള്ള ഒരു ഓഫർ ആണ്. ഇതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അബണ്ടൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കില്ല, ഇപ്പൊ കാണാൻ സാധിക്കില്ല. നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, യൂണിവേഴ്സിനോട് പറഞ്ഞതാണ് അല്ലെ, യൂണിവേഴ്സ് എന്റെ നന്മയ്ക്കുള്ളത് കൊണ്ടുവരൂ എന്ന് മനസ്സിലാക്കുക. ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് യൂണിവേഴ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. ആ ഒരു വിശ്വാസത്തോടെ നിങ്ങൾ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, അതിനെങ്ങനെ എന്താ പറയാ, വേണ്ട ഇത് ശരിയാവില്ല, ഇത് ഇങ്ങനെ ഞാൻ ഇതിൽ നിന്ന് പോയാൽ അങ്ങനെ കുറേ ചിന്തകൾ വേണ്ട. അത് അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. നിങ്ങൾ ആഗ്രഹിച്ച സെയിം ഫീൽഡ് തന്നെ ആയിരിക്കാം, പക്ഷെ കുറച്ച് ജൂനിയർ പൊസിഷൻ ആയിരിക്കും, ഡെഫിനറ്റ്ലി അക്സെപ്റ്റ് ചെയ്യാം. വളരെ അബണ്ടന്റ് ആയിട്ടുള്ള ഒരു ഓഫറാണ്. ഓക്കെ, അത് നിങ്ങളിലേക്ക് വരുന്ന സമയം അത് ഡിവൈൻ ടൈമിംഗ് അനുസരിച്ചാണ് വരുന്നത്. ചിലപ്പോൾ പെട്ടെന്നായിരിക്കാം. ഓക്കെ, ഒരു സർപ്രൈസ് ആയിരിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ അയ്യോ ഞാൻ ഇനിയും പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ടെന്നൊക്കെ ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാം. അതിനൊന്നും ആവശ്യമില്ല. ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. നിങ്ങൾ ഒരിക്കലും അത് റിഗ്രറ്റ് ചെയ്യില്ല. പക്ഷെ ഇതല്ല ഞാൻ ആഗ്രഹിച്ചത്, എനിക്ക് ഇതിനേക്കാളും നല്ലതായിരുന്നു വേണ്ടി, ആ ചിന്ത പാടില്ല, അതൊട്ടും പാടില്ല.
ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഗ്രൂപ്പ് 3 ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. ഇതെല്ലാമാണ് ഈ ഫുൾ മൂൺ ഇൻ ലിയോ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന അനുഗ്രഹങ്ങളും ചാലഞ്ചസും. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യണം, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വർഷം മുതൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 2 പുതിയ പേഴ്സണൽ ടാരോ റീഡിംഗ് സർവീസസിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കാണാൻ സാധിക്കും. താല്പര്യമുള്ളവർക്ക് അത് വായിച്ചു നോക്കാം. എന്നിട്ട് നിങ്ങൾക്കൊരു സ്ലോട്ട് ബുക്ക് ചെയ്യണമെങ്കിൽ എന്നെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക്